നമ്മൾ നവംബറിലത്തെ PSC ബുള്ളറ്റിനാണ് വായിക്കുന്നത്. അതിൽ സമകാലികം പേജിലത്തെ ഫാക്ട്സാണ് വായിക്കുന്നത്. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 23 എന്ത് ദിനമായാണ്? ദേശീയ ബഹിരാകാശ ദിനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാർക്ക് മടങ്ങി വരാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ അജയ്. ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാർക്ക്, എവിടെ നിന്നാണ്? ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാർക്ക് മടങ്ങി വരാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ അജയ്. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാർക്ക് മടങ്ങി വരാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ അജയ്. കേരള അക്കൗണ്ടന്റ് ജനറലായി ഉത്തർപ്രദേശ് സ്വദേശി അപൂർവ സിൻഹ ചുമതലയേറ്റു. ന്യൂസിലാൻഡിൻ്റെ പ്രധാനമന്ത്രിയായി കൺസർവേറ്റീവ് നേതാവ് ക്രിസ്റ്റഫർ ലക്സൺ തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസിലാൻഡിൻ്റെ പ്രധാനമന്ത്രിയാണ്. പാർട്ടി ഓർത്ത് വെക്കണം, കൺസർവേറ്റീവ് പാർട്ടിയാണ്. ക്രിസ്റ്റഫർ ലക്സൺ തിരഞ്ഞെടുക്കപ്പെട്ടു. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോബാങ്ക്. സഹകരണ ബാങ്കുകളിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ, ഏത് ബാങ്കിലൂടെയാണ്? കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് കോബാങ്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഈ ഫാക്ട് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ സാത്വിക് സായി, രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യത്തിന് ലോക ബാഡ്മിൻ്റൺ ഡബിൾസിൽ 1ാം റാങ്ക്. ലോക ബാഡ്മിൻ്റൺ ഡബിൾസിലാണ് ഇന്ത്യയുടെ സാത്വിക് സായിയും രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി എന്നിവർക്ക് ലോക ബാഡ്മിൻ്റൺ ഡബിൾസിൽ 1ാം റാങ്ക്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. ഇതൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്, അതൊന്ന് ഓർത്തിരിക്കണം. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, എന്തിനാണ്? ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശ്രേഷ്ഠ. ഏത് വിദ്യാർത്ഥികൾക്കാണ്? പട്ടികജാതി വിദ്യാർത്ഥികൾക്ക്. കലാ, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയ വ്യക്തികൾക്കുള്ള നിയമസഭാ അവാർഡ് MT വാസുദേവൻ നായർക്ക്. ഇറാനിലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് എവിടെയാണ്? ഇറാനിലാണ്. ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ രക്തസാക്ഷിത്വത്തിലൂടെ പ്രശസ്തയായ മഹ്സ അമീനിക്ക് മരണാന്തര ബഹുമതിയായി യൂറോപ്യൻ യൂണിയൻ്റെ മനുഷ്യാവകാശ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? എന്തിനാണ് ലഭിച്ചത്? ഇറാനിലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ രക്തസാക്ഷിത്വത്തിലൂടെയാണ് മഹ്സ അമീനിക്കാണ് മരണാന്തര ബഹുമതിയായി യൂറോപ്യൻ യൂണിയൻ്റെ മനുഷ്യാവകാശ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ഫാക്റ്റാണ്. രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക പഞ്ചാബിലെ അട്ടാരി വാഗ എവിടെയാണ്? പഞ്ചാബിലെ അട്ടാരി വാഗ അതിർത്തിയിൽ ഉയർത്തി. 418 അടിയാണ് ഉയരം. ദേവസ്വത്തിൻ്റെ ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ മധുരൈ TN ശേഷഗോപാലനെ തിരഞ്ഞെടുത്തു. ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരത്തിന് കർണാടക സംഗീതജ്ഞനാണ് മധുരൈ TN ശേഷഗോപാലനെ തിരഞ്ഞെടുത്തു. കേരള കലാമണ്ഡലം വൈസ് ചാൻസലറായി പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ. ആരാണ്? ബി അനന്തകൃഷ്ണനാണ് നിയമിതനായത്.
ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര. ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിൻ്റെ ഷൂട്ടിങ്ങിൽ മലയാളിയായ സിദ്ധാർത്ഥ ബാബു സ്വർണ്ണ മെഡൽ നേടി. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിൻ്റെയാണ് കേട്ടോ. പാരാ ഗെയിംസിൻ്റെ ഷൂട്ടിങ്ങിലാണ് സിദ്ധാർത്ഥ ബാബു മലയാളിയായ സിദ്ധാർത്ഥ ബാബു. സ്ഥലം എവിടെയാണ്? ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിൻ്റെ ഷൂട്ടിങ്ങിൽ മലയാളിയായ സിദ്ധാർത്ഥ ബാബു സ്വർണ്ണ മെഡൽ നേടി. അശോക് ഗാഡ്ഗിൽ, സുബ്ര സുരേഷ് എന്നീ ഇന്ത്യൻ വംശജർക്ക് അമേരിക്കയുടെ പരമോന്നത ശാസ്ത്ര ബഹുമതി ലഭിച്ചു. മലയാളിയായ പ്രിയ നായർ ആഗോള ഉപഭോക്തൃ ഉൽപ്പന്ന കമ്പനിയായ യൂണിലിവറിൻ്റെ നേതൃത്വ നിരയായ യൂണിലിവർ ലീഡർഷിപ്പ് എക്സിക്യൂട്ടീവിലേക്ക് നിയമിതയായി. 37ാമത്തെ ദേശീയ ഗെയിംസിന് ഗോവയിലാണ്. 37ാമത്തെയാണ് ദേശീയ ഗെയിംസ്. 37ാമത്തെ ദേശീയ ഗെയിംസ് എവിടെയാണ്? ഗോവയിൽ തുടക്കമായി. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് 14ാമത്തെ JC ഡാനിയേൽ പുരസ്കാരം. 14ാമതാണ് വരുന്നത്. 2023 14ാമത്തെ JC ഡാനിയേൽ പുരസ്കാരങ്ങൾ. JC ഡാനിയേൽ ഫൗണ്ടേഷൻ്റെ 14ാമത്തെ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ഏതാ? നാഥാൻ കേസുകൂട് ആണ് മികച്ച സിനിമ. മികച്ച നടൻ കുഞ്ചാക്കോ ബോബൻ. മികച്ച നടി മഞ്ജു വാര്യർ. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ. സ്വഭാവ നടൻ സുധീർ കരമന. സ്വഭാവ നടി പൗളി വിൽസൺ. മികച്ച ബാലനടൻ P. ആത്രേയ. മികച്ച ബാലനടി ദേവനന്ദ GB. മികച്ച ബാലനടി ദേവനന്ദ GB. ഇനി അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ല. കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? കാസർഗോഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊക്കെ ആദ്യമായി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ജില്ല കാസർഗോഡാണ്. ഔദ്യോഗിക വൃക്ഷം എന്താണ്? കാഞ്ഞിരം. പുഷ്പം പെരിയ പോളത്താലി. ഔദ്യോഗിക പക്ഷി ഏതാണ്? വെള്ളവരയൻ കടൽപ്പരുന്ത്. ഔദ്യോഗിക മൃഗം ശുദ്ധജല ആമയാണ്. കാൻഡോസ് ജൈൻറ്റ് സോഫ്റ്റ് ഷെൽ ടർട്ടിലാണ് ഔദ്യോഗിക മൃഗം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ് കേട്ടോ. കാസർഗോഡ് ആദ്യമായി ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, മൃഗം എന്നിവ പ്രഖ്യാപിച്ച ആദ്യ ജില്ലയാണ് കാസർഗോഡ്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ബിഷൻ സിംഗ് ബേദി അന്തരിച്ചു. ഹാസ്യകവി ഗൗരീശ പട്ടം ശങ്കരൻ നായർ അന്തരിച്ചു. ഇംഗ്ലണ്ടിൻ്റെ ഇതിഹാസ ഫുട്ബോൾ താരം ബോബി ചാർട്ടൺ അന്തരിച്ചു. 1967 ലോകകപ്പ് നേടിയ ടീമിലെ അംഗമായിരുന്നു. ചൈനീസ് മുൻ പ്രധാനമന്ത്രി ലീ കെയ്ചാങ് അന്തരിച്ചു. പ്രശസ്ത ചലച്ചിത്ര താരം കുണ്ടറ ജോണി 70 അന്തരിച്ചു.